ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനൊരു പ്രഭാഷണം നിങ്ങളെ കേൾപ്പിക്കാം. അതിൻ്റെ ട്രാൻസ്ലേഷൻസും പറഞ്ഞു തരാം. പക്ഷേ അതൊന്നും കേട്ടിട്ട് നമ്മൾ ഞെട്ടത്തില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള, അലിയാർ കാസിമിയെ പോലെയുള്ള, സാക്കിർ നായിക്കിനെ പോലെയുള്ള, സിംസാർ ഹുദവിയെ പോലെയുള്ള അനേകം ആളുകളുടെ ഇത്തരം പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ളവർ എന്ന നിലയിൽ നമ്മൾ ഞെട്ടത്തില്ല. കാരണം ഈ കേരളത്തിൽ തന്നെ അത്രയേറെ വിഷവുമായി, അന്യമത വിരോധവുമായി ജീവിക്കുന്ന, അന്യമത വിരോധം എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ജീവിക്കുന്നു ഈ കേരളത്തില്, ഈ ഇന്ത്യയില്. അവരിനിയും എന്തൊക്കെ തന്നെ കപട മതേതരത്വം പറഞ്ഞാലും നമുക്കത് തിരിയും, കൃത്യമായ രൂപത്തിൽ നമുക്കത് ബോധ്യപ്പെടും. അതുകൊണ്ട് അവർ തരാതരം മതേതരത്വം എടുത്തു വിളമ്പുമ്പോൾ അധികം ആളുകളൊന്നും വിശ്വസിക്കില്ല. ഒരുപക്ഷെ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന മൂഢന്മാരെ വിശ്വസിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചേക്കാം, എല്ലാവർക്കും കഴിയില്ല. ബാലുശ്ശേരി പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അതായത് 1000 ആളുകളുടെ തലകളാണ് പ്രവാചകൻ അരിഞ്ഞിട്ടുള്ളതെങ്കിൽ ആ തലയരിയൽ നന്മയാണ് എന്നാണ് ബാലുശ്ശേരി പ്രസംഗിച്ചത്. 1000 അല്ലല്ലോ, 10,000 അല്ലല്ലോ, ലക്ഷക്കണക്കിന് ആളുകളുടെ തലയരിഞ്ഞ് പ്രവാചകൻ കാണിച്ചു തന്നില്ലേ? ആ പ്രവാചക ചര്യയല്ലേ ഇന്നും ലോകമൊട്ടുക്കും മുസ്ലിങ്ങൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നത്, അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മുസ്ലിങ്ങളോട്, ഇസ്ലാമിനെ വിമർശിച്ചവരോട്, പ്രവാചകന്റെ കൃത്യങ്ങൾ വിമർശിച്ചവരോട് വിമർശിച്ചുകൊണ്ട് സംസാരിക്കുകയോ എഴുതുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തവരോടൊക്കെ ക്രൂരമായ രൂപത്തിൽ കൊല ചെയ്ത് പ്രതികാര നടപടികൾ നടപ്പിലാക്കിയ ആ പ്രവാചകന്റെ ചര്യ പിൻപറ്റുന്ന ആളുകൾ ഇവിടെയുണ്ട്. നമ്മുടെ എം അക്ബർ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്, ആ മദ്യപാനം ശരിയാണ്, അങ്ങനെ നമ്മൾ അലക്കി വെളുപ്പിക്കണം. ഷംസുദ്ദീൻ പാലത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഖുർആനിനെതിരായിട്ട് ഏതെങ്കിലും ഹദീസുകൾ വന്നാൽ ഖുർആനിന് അനുകൂലമായി നമ്മൾ അതിനെ അങ്ങ് വ്യാഖ്യാനിക്കണം. ആ മുസ്ലിങ്ങളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും തെറ്റാണ്, ഹറാമാണ് എന്ന് പഠിപ്പിച്ച ഈ മതപ്രഭാഷകർ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, നമ്മൾ ഞെട്ടില്ല. എന്നാലും ഇത് നമ്മൾ അറിയണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം മത തീവ്രവാദം തഴച്ചു വളരുന്നത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയാണെന്നും, അതേപോലെയുള്ള വേരുകൾ ഈ കേരളക്കരയിൽ ഉണ്ടെന്നും സർവോപരി ഇന്ത്യയിൽ ഒട്ടുക്കുമുണ്ടെന്നും നമ്മൾ അറിയണം. ഇവർ ഏത് രൂപത്തിലുള്ള കപട മതേതരത്വമാണ് വിളിച്ചു വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അതിലേറെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന യാഥാർത്ഥ്യം, ഒരവസരത്തിനു വേണ്ടി കാതോർത്ത് കാത്തിരിക്കുന്ന ഒരുപാട് കൊലയാളികൾ കഴുത്തും കയ്യും നാവും അരിയാൻ കത്തിയും കൂർപ്പിച്ച് നമ്മുടെ പിന്നാലെയുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കും. കാരണം ഇവരൊക്കെ പബ്ലിക്കായിട്ട് പറയുവാണ്, ഒരു ഭീകരനാണെങ്കിലും ഒരു തീവ്രവാദിയാണെങ്കിലും ശരി, അയാൾ ഒരു മുസ്ലിം ആണെങ്കിൽ അയാളെ പിന്തുണയ്ക്കണം, നമ്മൾ അയാളെ സംരക്ഷിക്കണം. പബ്ലിക്കായിട്ടാണ് പറയുന്നത്. ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാം. ഈ തീവ്രവാദമില്ലെങ്കിൽ, ഈ ഭീകരതയില്ലെങ്കിൽ, ഈ ബലാത്സംഗവും കൊള്ളയും കൊലയും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ മതം നിലനിൽക്കുന്നത്? This is why one of the Salaf, they used to say that the real good friend, you'll know him at the time of hardship. Don't tell me aki now, and then when the hard time comes, when the police come to arrest me, you're the first one to hand me over to the kuffar. So yeah, he's here, he's hiding in the back. You know what I mean? The mu'alat, the correct mu'alat with the believer would be when the police come and say, yeah, he went that way over there. And then you tell him, yeah, go on, abscond, you know, go run away, go over there. You know what I mean? Even though that's illegal, but still, you ally with the believers. I never ever ally with the kuffar. I never ever hand over a Muslim to the kafir. Let the kafir go to hell. You want to charge me for 8 years or 20 years? You go, bring in the porridge. Put me behind Belmarsh, do whatever you want. I never ally with the kuffar. Number 4, the meaning of al-wala is al-himayah, protection. Protection from what? From any kafir. I mentioned the Salaf, I've got the quotation here now. Imam al-Shafi'i, rahimahullah, he said, the good friend is the one who will help you in the time of hardship. So again, obviously we mentioned this already, but at the time of hardship you'll help him. So when you know your brother is about to be raided, you respond to him. If you don't, some Muslims his house has been, knocked down by those filthy kuffar, by the Metropolitan Police, turn up by his door, do a protest, do some type of demonstration, support him, help him. You know, we don't just say there and say, his problem is not my problem at the end of the day, is it? And this is the problem that we have with this individualistic mentality nowadays. So it's not my problem. So I haven't been arrested, then who cares?
There was a sister in this area who was arrested. Her house was raided just on the high street a couple of years ago. She was arrested for glorifying terrorism. She did 2 wrongs to the masjid. Masjid didn't say a word. You know what the Imam is like. Coconut Muslim. He comes on top of the mimbar. We need to make dua for Auntie Shara. She broke a big toe. She can't cook curry. And Uncle Rafiq, his license is about to be revoked. And he ain't got a driving license. He can't do his camp business. SubhanAllah. You cannot even mention the word Afghanistan. You cannot even mention the Iraq. You cannot even talk about that. What kind of Imam is this? This type of Imam, he doesn't even deserve to be Imam of a brothel, let alone be Imam of the Muslims. You know what I mean? The dog is better than these type of Imams. At least the dog is loyal. The dog, he has loyalty in him. Yeah? Sit down. This person, you tell him to obey Allah. He doesn't want to obey Allah. He wants to completely sell out the Muslims. നമസ്കാരം. ഇത് അബു വലീദ്, ലണ്ടനിലെ ഇസ്ലാമിക പ്രഭാഷകനാണ്. വലിയ വലിയ മഹത്തരമായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. മുസ്ലിങ്ങൾ ഏതൊരു സാഹചര്യത്തിലും മുസ്ലിങ്ങളെ സംരക്ഷിക്കണം, അവരെ രക്ഷിക്കണം. അങ്ങനെയാണ് അബു വലീദ് പറഞ്ഞു വെക്കുന്നത്. മുസ്ലിങ്ങളെ എപ്പോഴും സംരക്ഷിക്കണം. അത് ഇനി എന്ത് കാര്യത്തിലായാലും, അവർ പറയുന്നത് കള്ളമാണെങ്കിലും, അവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെങ്കിലും, അവർ ചെയ്യുന്നത് നിയമം ലംഘിക്കുന്ന കാര്യമാണെങ്കിലും, അങ്ങനെ തുടങ്ങി എന്തൊരു കാര്യമാകട്ടെ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഒന്നും നോക്കാതെ സഹായിച്ചിരിക്കണം. ഇത് ഇദ്ദേഹത്തിന്റെ മാത്രം വാക്കുകളല്ല. ഖുർആൻ പറഞ്ഞത് എന്താണ്? ഇന്നമൽ മുശ്രികൂന നജസുൻ. അമുസ്ലിങ്ങൾ മാലിന്യമാണ്, നജസാണ്. പക്ഷേ മുഅ്മിനാരാണ്? ഇഖ്വ, സഹോദരങ്ങളാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. ഒരേ, അതായത് ബഹുദൈവ വിശ്വാസികളാകുന്ന മുസ്ലിങ്ങൾ മാലിന്യമാണ്, മ്ലേച്ഛമാണെങ്കിൽ വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. എങ്ങനെയാണ് പ്രവാചകൻ പഠിപ്പിച്ചത്? നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ ഏത് രൂപത്തിലാണോ മറ്റൊരു അവയവത്തിന് രോഗം വന്നാൽ ഉണർന്നിരുന്ന് അതിനോടൊപ്പം പങ്കുചേരുന്നത്, അതുപോലെ ഒരു വിശ്വാസിക്ക് ഒരു പ്രശ്നം വന്നാൽ മറ്റു വിശ്വാസികൾ അയാളോടൊപ്പം ചേർന്ന് നിൽക്കണം. ഇന്ന മന്നാസു ഇഖ്വ എന്ന് ഖുർആനിലില്ല. മനുഷ്യർ മുഴുവനും സഹോദരങ്ങളാണ്. സഹോദര്യത്തോടെ, സ്നേഹത്തോടെ, സഹവർത്തിത്വത്തോടെ ജീവിക്കേണ്ടവരാണ് എന്ന വാചകം ഖുർആനിലില്ല. മുസ്ലിങ്ങൾ സഹോദരങ്ങളാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമിന്റെ ന്യൂനത മറ്റൊരു മുസ്ലിം പറയരുത്. ഒരു മുസ്ലിമിന്റെ ന്യൂനത മറ്റൊരു മുസ്ലിം മറച്ചു വെച്ചാൽ ആ മറച്ചു വെച്ചവന്റെ ന്യൂനത പരലോകത്ത് അല്ലാഹു മറച്ചു വെക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് മുസ്ലിം കൊല ചെയ്താലും, കൊള്ള ചെയ്താലും, ബലാത്സംഗം ചെയ്താലും ശരി, എല്ലാ മുസ്ലിമീങ്ങളും അയാളെ അനുകൂലിച്ച് നിൽക്കണം. അയാൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അയാളെ സഹായിക്കണം, അവരെ രക്ഷിച്ചിരിക്കണം. കാരണം അത് ഒരു മുസ്ലിമിന്റെ മതപരമായ കടമയാണത്രേ. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ കടമ നിറവേറ്റുക എന്ന് പറയുന്ന ഒരു ദൗത്യം അവരുടെ മതത്തിലെ വലിയ കാര്യമാണ്. ആയതിനാലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന ഇസ്ലാമിക പ്രഭാഷകൻ. വിശ്വാസികൾ പരസ്പരം എന്തു വലിയ ക്രൂരതകൾ ചെയ്താലും, ഒരു രാജ്യത്തിന്റെ നിയമത്തെ ലംഘിച്ചാലും ശരി, അയാൾക്കെതിരെ നിങ്ങൾ തിരിയരുത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ജോസഫ് മാഷിനെതിരെ എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടുകാർ തിരിഞ്ഞതെന്ന്? ആ മാഷിന്റെ കൈവെട്ടിയവർക്കെതിരെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിം സംഘടനകൾ, മുസ്ലിം മതപ്രഭാഷകർ, പുരോഹിത വർഗങ്ങൾ, സംഘടനാ നേതാക്കൾ ശബ്ദിക്കാത്തത് എന്ന് മനസ്സിലായോ? ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സവാദിനെതിരെ എന്തുകൊണ്ടാണ് ഒരു വാക്കുപോലും എഴുതി ഒരു മുസ്ലിമും പ്രതിഷേധിക്കാത്തത് എന്ന് മനസ്സിലായോ? ഇതറിയുന്നത് കൊണ്ടാണ്. സവാദിനെ സംരക്ഷിക്കാൻ തയ്യാറായി കേരളത്തിൽ ഒരു പറ്റം ഫസൽ ഗഫൂറന്മാർ എന്തുകൊണ്ടാണ് തയ്യാറായത് എന്നറിയാമോ? ഈ അടിസ്ഥാന തത്വം ഇസ്ലാമിൽ കിടക്കുന്നത് കൊണ്ടാണ്. ഒരു വിശ്വാസി എത്ര വലിയ അപരാധങ്ങൾ ചെയ്താലും ശരി, അയാളെ ഒറ്റപ്പെടുത്തരുത്, അയാളെ പിന്തുണയ്ക്കണം. എങ്ങനെയുണ്ട്? ഇതാണ് ഞമ്മന്റെ മതം. നന്ദി.